അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 4-ാം സങ്കീർത്തനമാണ്. 4-ാം സങ്കീർത്തനം ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ഈ ഭൂമിയിലെ ജീവിതം പ്രയാസമേറിയതും ദുഷ്കരവുമെങ്കിലും യഹോവയിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താമെന്നാണ് 4-ാം സങ്കീർത്തനത്തിൽ കൂടി എഴുത്തുകാരൻ നമുക്ക് തരുന്ന സന്ദേശം. 4-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഞെരുക്കത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് നാം കാണുന്നത്. സങ്കീർത്തനക്കാരൻ വലിയ പ്രതിസന്ധിയിലാണെന്നതിന് സംശയമില്ല. എന്നാൽ അവൻ്റെ പ്രതിസന്ധി അവന് ദൈവത്തോടുള്ള ബന്ധത്തെ ബലഹീനമാക്കുന്നില്ല. 4-ാം സങ്കീർത്തനം 3-ാം വാക്യം അതാണ് സൂചിപ്പിക്കുന്നത്. താൻ പറയുകയാണ്, തന്നെ ഞെരുക്കുന്നവരെ നോക്കിക്കൊണ്ട്, പുരുഷന്മാരെ, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിവിൻ. താൻ യഹോവയുടെ ഭക്തനാണെന്ന് സങ്കീർത്തനക്കാരന് അറിയാം. കാരണം ഇപ്പോഴും അവന് ദൈവഭയമുണ്ട്. ദൈവഭയമുള്ള വ്യക്തികൾ ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തെ വിട്ടു പോവുകയല്ല. പിന്നെയോ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമുള്ള മേഖലകളുണ്ടോ എന്ന് തന്നെത്താൻ ശോധന ചെയ്യുകയാണ് വേണ്ടത് എന്ന് 4-ാം സങ്കീർത്തനം 4-ാം വാക്യം നമുക്ക് ബുദ്ധിപദേശം തരുന്നു. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. 4-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം ഇംഗ്ലീഷ് NIV വേർഷനിൽ ഇൻ യുവർ ആങ്കർ ഡു നോട്ട് സിൻ, വെൻ യു ആർ ഓൺ യുവർ ബെഡ് സെർച്ച് യുവർ ഹാർട്ട് ആൻഡ് ബി സൈലൻറ്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നും, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ വാക്യങ്ങളെല്ലാം നമുക്ക് തരുന്ന സന്ദേശം എന്തെന്നാൽ, ജീവിതത്തിൽ നാം കോപിക്കുവാൻ ഇട വന്നേക്കാം. അപ്പോൾ പോലും നാം ആരോടാണോ കോപിക്കുന്നത് അത് ദൈവസ്നേഹത്തോടെയും സാത്താൻ നമ്മെയും ആരുടെ നന്മയ്ക്കായാണോ നാം കോപിക്കുന്നത് ആ വ്യക്തിയെയും ആക്രമിക്കുവാൻ ഇടവരാതെ വണ്ണം ആർക്കും ഇടർച്ച വരാതെ ആര് കേട്ടാലും അവർക്ക് ദൈവകൃപ ലഭിപ്പാൻ തക്കവണ്ണം കയ്പില്ലാതെ കോപിച്ചാൽ, നന്മയ്ക്ക് വേണ്ടി കോപിച്ചാൽ പോലും സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം സൂര്യൻ അസ്തമിച്ചാൽ കോപം ക്രോധമായി അല്ലെങ്കിൽ വൈരാഗ്യമായി തീരുവാൻ സാധ്യതയുണ്ട്. ഇംഗ്ലീഷിൽ ആങ്കർ എന്നാണല്ലോ കോപത്തിന് പറയുന്നത്. ആ വാക്കിൻ്റെ മുൻപിൽ ഡി എന്ന ഒരു അക്ഷരം ചേർത്താൽ ഡേഞ്ചർ എന്ന അക്ഷരം കിട്ടും. അപകടം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഓർക്കുക, നാം എന്തിനു വേണ്ടി കോപിച്ചാലും സ്നേഹത്തോടെ കോപിച്ചാലും അത് അപകടമാകുവാൻ സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വാക്ക് അറിയാതെ നമ്മുടെ വായിൽ നിന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ നമ്മുടെ സംഭാഷണം അപകടത്തിലേക്ക് നീങ്ങുകയും പറയുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തിയും സാത്താൻ്റെ കെണിയിൽ വീഴുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുതെന്ന്. ഇടം കൊടുക്കുക എന്നാൽ അവസരം കൊടുക്കുക എന്ന് ചിന്തിച്ചാൽ തെറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും കയ്പായിരിക്കുന്നുവോ നിരപ്പ് പ്രാപിക്കുക. ഹൃദയത്തിൽ അകൃത്യം കരുതുക എന്നതും കയ്പായിരിക്കുക എന്നതും നമ്മുടെ ഹൃദയത്തിലേക്ക് സാത്താനെ പ്രവേശിക്കുവാനുള്ള കോണിപ്പടിയാണെന്ന് നാം ഓർക്കണം. കയ്പും പരിഭവവുമുള്ള ഹൃദയത്തിൽ ദൈവസ്നേഹവും ദൈവഭയവും സമാധാനവും ഉണ്ടാവുകയില്ല. യേശുവിന് അങ്ങനെയുള്ള ഹൃദയത്തിൽ വസിക്കുവാൻ സാധിക്കാതെ വരുന്നു. യേശു വസിക്കാത്ത ഒരു ഹൃദയവും ശൂന്യമായിരിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അവിടെ ദുരാത്മാവും സകലവിധ അശുദ്ധിയും കയറി പാർക്കുന്നു. ആകയാൽ എന്ത് വില കൊടുത്തും മറ്റുള്ളവരോട് സമാധാനമായിരിക്കുവാൻ നമുക്ക് ദൈവാത്മാവിൻ്റെ സഹായം തേടാം. സമാധാനപ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെ സമാധാനത്തിൽ സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഹൃദയം സമാധാനമുള്ളതെങ്കിൽ നമ്മുടെ മുഖം അത് വെളിപ്പെടുത്തും, കണ്ണുകൾ അത് വെളിപ്പെടുത്തും. മറ്റുള്ളവരോട് നമുക്ക് സമാധാനമായി സംസാരിക്കുവാൻ കഴിയുന്നുണ്ടോ? ഓരോ ദിവസവും നാം ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കണം. ഓരോ നിമിഷവും നാം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യണം. വ്യസനത്തിനുള്ള മാർഗം നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്നാണ് നാം ശോധന ചെയ്യേണ്ടത്. എന്നാൽ വിജയം നമുക്ക് ഉറപ്പാണ്. നമ്മുടെ പ്രതികൂലങ്ങളിൽ മറ്റുള്ളവരാൽ നാം ആക്രമിക്കപ്പെടുമ്പോൾ, കഷ്ടത നമുക്ക് വരുമ്പോൾ നാം കുഴഞ്ഞു പോകരുത്. നമ്മുടെ ഹൃദയം ക്ഷീണിച്ച് മടുക്കുമ്പോൾ കർത്താവിനെതിരെ ഒരക്ഷരം പോലും പറയാതിരിക്കുവാൻ നാം സൂക്ഷിക്കണം. കർത്താവ് നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. നാം വിശ്വസ്തരാണോ എന്നറിയുവാൻ ശോധന ചെയ്യും. എന്നാൽ നാം തകരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ പരീക്ഷിക്കുകയില്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും നാം കർത്താവിൽ ആശ്രയിക്കണം. പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ നാം ധ്യാനിക്കണം. ക്രൂശിക്കപ്പെട്ട
യേശു ക്രിസ്തുവിനെ നാം സൂക്ഷിച്ചു നോക്കണം. എല്ലാവരാലും കൈവിടപ്പെട്ടവനാണ് അവൻ, എല്ലാവരാലും ആക്രമിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. വേദന കൊണ്ട് പുളഞ്ഞവനാണവൻ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് വേണ്ടിയാണ് അവൻ അതെല്ലാം സഹിച്ചത്. നമുക്ക് സൗഖ്യം വരുവാനും നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാനുമാണ് അവനതെല്ലാം സഹിച്ചത്. അവനെ നാം ധ്യാനിച്ചാൽ, നമ്മുടെ വേദനകൾ അവൻ ചുമന്നതാണെന്ന് നാം ധ്യാനിച്ചാൽ, നമ്മുടെ പ്രതിസന്ധികളും കഷ്ടതയും ഓർക്കുവാൻ നമുക്ക് കഴിയുകയില്ല. തെറ്റുപറ്റാത്ത ജീവിതം നാം നയിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് യേശു കടന്നു വന്ന് നമ്മെ വിടുവിക്കും എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ, അനുസരിച്ചെങ്കിൽ, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. നേത്രമായ കോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോറ്റുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു എന്നാണ് 81-ാം സങ്കീർത്തനം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കാം, ആശ്വാസം പ്രാപിക്കാം. നാം അപ്രകാരം ദൈവത്തെ അനുസരിച്ചാൽ 4-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള സമാധാനവും സന്തോഷവും യേശു നമ്മുടെ ഹൃദയത്തിൽ തരും. സങ്കീർത്തനക്കാരൻ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ വസ്തുവകയിൽ സന്തോഷിക്കുമ്പോൾ ഓർക്കുക, അത് നഷ്ടമായാൽ നമ്മുടെ സന്തോഷവും നഷ്ടമാകും. എന്നാൽ നമ്മുടെ സന്തോഷം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിലാണെങ്കിൽ ആ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുവാൻ ഭൂമിയിലെ ഒരു പ്രതിസന്ധിക്കും കഴിയുകയില്ല. ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നമ്മളുണ്ടെങ്കിൽ, പൗലോസും ശീലാസും ചെയ്തതുപോലെ ശരീരം സുവിശേഷ നിമിത്തം ചതഞ്ഞിരിക്കുമ്പോഴും അവർ ദൈവത്തെ പാടി സ്തുതിക്കും. ഒരു ദൈവദാസനിൽ നിന്നും കേട്ടതുപോലെ, ചെങ്കടൽ കടന്ന മിര്യാം തപ്പെടുത്ത് ആർത്തു. എന്നാൽ ചെങ്കടൽ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, നാം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ തപ്പെടുക്കുന്ന ദാവീദിനെ പോലെ നാം ആയി തീർന്നാൽ അതിന് വലിയ പ്രതിഫലം തന്നെ ദൈവം തരും. 4-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന്. ദൈവമക്കൾക്കല്ലാതെ അപ്രകാരം അതീവ പ്രതിസന്ധിയിൽ കിടന്നുറങ്ങുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് ചങ്ങലധാരിയായ പത്രോസ് പടയാളികളുടെ നടുവിൽ ഉറങ്ങിയെന്ന് നാം വായിക്കുന്നു. നേരം വെളുത്താൽ കഴുത്തിൽ തലയുണ്ടാവുകയില്ല. നീ നസ്രയനായ യേശുവിനോട് കൂടെയുള്ളവനാണ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് പേടിച്ച് വിറച്ച് അരുമനാഥനെ തള്ളിപ്പറഞ്ഞ് ശപിച്ചവനായ പത്രോസ് ഇപ്പോഴിത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുകയാണ്. പത്രോസിലെ ക്രിസ്തുവിൻ്റെ ശാന്തതയും സമാധാനവുമാണ് അവനെ സമാധാനത്തോടെ ഉറങ്ങുമാറാക്കിയത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു സമാധാനം നൽകുന്നവനും നമ്മുടെ കഷ്ടത മറക്കുമാറാക്കുന്നവനുമാണ്. ഒരു വാഹനാപകടത്തിൽപ്പെട്ട് തൻ്റെ 7 മക്കളും ഭർത്താവും മരണമടഞ്ഞ് ഡെഡ് ബോഡികൾ ആംബുലൻസുകളിൽ കിടത്തിയിരിക്കുന്നു. ആ സമയത്ത് ആ വിധവയും മക്കൾ നഷ്ടപ്പെട്ടവളുമായ സഹോദരിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഈ ദാരുണമായ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന്. ആ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ ചിത്തഭ്രമം പിടിക്കാതിരിക്കുന്നതിന് കാരണം എൻ്റെ യേശു തരുന്ന സമാധാനം മൂലം ആണെന്നാണ്. ആകയാൽ എന്തെല്ലാം നഷ്ടം നമുക്ക് നേരിട്ടാലും യേശു നമുക്ക് നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ നഷ്ടങ്ങളും ഈ ഭൂമിയിലെ നമ്മുടെ വാസം തീരുമ്പോൾ പ്രസക്തിയില്ലാതെയാവും. എന്നാൽ നമുക്ക് യേശുവിനെ നഷ്ടമായാൽ മരണശേഷവും തീരാ നഷ്ടവും കഠിന വേദനയുമായിരിക്കും ഫലം. ആകയാൽ പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലം വന്നാലും താങ്ങി നടത്തുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് പിൻപറ്റാം. അവൻ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നവനാണ്, ഒരിക്കലും പരാജയപ്പെടാത്തവനുമാണ്. കല്ലറയിൽ അവൻ തീരുമെന്ന് പ്രതീക്ഷിച്ച യഹൂദന്മാർക്ക് തെറ്റുപറ്റി. യുഗങ്ങളുടെ പാറയായ യേശുവിനെ 3 ദിവസം മാത്രമാണ് ഈ ഭൂമിയിലെ ചെറിയൊരു പാറക്കഷ്ണം തടഞ്ഞു വെച്ചത്. 3-ാം ദിവസം ഈ ഭൂമിയിലെ തടസ്സമായ കല്ലറ വാതിൽക്കലെ പാറയെ യുഗങ്ങളുടെ പാറ നീക്കി പുറത്തു വന്നു. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മെ ഞെരുക്കുന്ന ഏത് പ്രതിസന്ധിയും യേശു ഒന്ന് നോക്കിയാൽ മാറാനുള്ളതേ ഉള്ളൂ. ആയതിനാൽ ദൈവവചനം സ്ഥിരമായി വായിച്ച് അതിലെഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ അനുസരിച്ച് ക്രിസ്തുവിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം.
കൽപ്പനകൾ, ദൈവകൽപ്പനകൾ തന്നെ പ്രമാണിച്ച് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരാണ് എങ്കിൽ അങ്ങ് അവർക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.